സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കുക, തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ (CITU) ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. KSRTC ബസ്സിൽ ഏർപ്പെടുത്തിയ പ്രിയദർശിനി പദ്ധതി മൂലം സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ സംഘടിപ്പിച്ചത്. അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന ധർണ ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി KK കലേശൻ ഉദ്ഘാടനം ചെയ്തു. ആ ചർച്ചയ്ക്ക് പോകുമ്പോൾ ബസ് ഉടമകളെ മാത്രമാണ് വിളിച്ചത്. അത് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള മോട്ടോർ മേഖലക്കകത്ത് സ്ഥിതി ചെയ്യുന്ന മുഴുവൻ ആളുകളെയും, ഓട്ടോ ടാക്സിയുടെ ആളുകള്, ടാക്സിയുടെ ആളുകൾ, സെപ്പറേറ്റ് ടിപ്പറിന്റെ ആളുകൾ, ലോറിയുടെ ആളുകൾ, ബസിന്റെ ആളുകൾ, അതിലെ തൊഴിലാളികൾ, ഇവരെല്ലാവരുമായി വെവ്വേറെ ചർച്ച ചെയ്ത് ഇതെല്ലാം പഠിച്ച് ഞങ്ങള് ഒരു തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടാണ് ഇപ്പോ ഇന്നലത്തെ ചർച്ചക്കകത്ത് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകും? 4000-നും 5000-നും 3000-നും ഇടയിൽ തുകയാണ് ഓരോ ബസ്സിലും ഈ പ്രിയദർശിനി വരുന്നതിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്നും കുറവ് വന്നിട്ടുള്ളത് എങ്കിൽ നമ്മുടെ വർദ്ധിപ്പിച്ച ഡീസലിന്റെ വില വർധനവ് നിങ്ങൾക്കറിയാം. പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോഴത്തെ വർധനവ് 8 രൂപ. എങ്ങനെ മുന്നോട്ട് പോകും? പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്ക് ഗുണകരമാണ്. ഇത് സ്വകാര്യ ബസ് മേഖലയിലും പ്രാവർത്തികമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കണമെന്നുമാണ് സമരത്തിൽ ഉയർന്ന ആവശ്യം. യൂണിയൻ ഏരിയ സെക്രട്ടറി TK സുദേശ് കുമാർ അധ്യക്ഷത വഹിച്ച ധർണയിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി KJ ദേവസ്യ, CPM ഏരിയ സെക്രട്ടറി ചാണ്ടി P അലക്സാണ്ടർ, മാത്യു ഫിലിപ്പ്, VB മോഹനൻ, PC രാജൻ, PS സിദ്ദീഖ്, KS സോമൻ, CR അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള 1 മലയാളം, ഇടുക്കി.